ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലോകം ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നം കുടുംബങ്ങളിലെ കുട്ടികളുടെ ആത്മവിശ്വാസക്കുറവാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം വളരെ ആത്മവിശ്വാസമുള്ളവരായി കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിൽ പണ്ടുണ്ടായിരുന്നവരെക്കാൾ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിൽ പഠിച്ചെത്തുവാനും ജോലി നേടുവാനുമൊക്കെ ആത്മവിശ്വാസം കാണിക്കുന്ന കുട്ടികൾ. എന്നാൽ ജീവിതത്തിലെ പല പ്രത്യേക ഘട്ടങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായി സ്വയം തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായ അവസ്ഥ. വലിയ വിജയങ്ങൾ നേടിയ ഒരു കുട്ടിയാണെങ്കിലും പലപ്പോഴും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ കാണുന്നു. എന്നാൽ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തങ്ങൾക്കാകുമെന്ന ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നു. മക്കളെ വളർത്തുന്ന സമയത്ത് ഈ മക്കളെ വിജയപ്രദമായി വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും അവർക്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ ആത്മവിശ്വാസം കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു, വിജയങ്ങൾ ഉണ്ടാകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ മറുഭാഗത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായും നമുക്ക് തോന്നുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് ഇവർക്ക് ആത്മവിശ്വാസം വളരെ കുറവുള്ളതായി കാണപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം കൂടെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. വളരെ വിജയശ്രീലാളിതനായി പഠിച്ച് അല്ലെങ്കിൽ വിജയശ്രീലാളിതയായി പഠിച്ച് ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന വീട്ടിലെ കുട്ടിക്ക് ഒരുപക്ഷെ ഈ ബന്ധുക്കളുടെ മുൻപിലേക്ക് വരുവാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതായി നമുക്ക് കാണാം. അവർ ഇവരിൽ നിന്ന് മാറിയിരിക്കുന്നതായി കാണാം. ഇത്തരക്കാരായ ധാരാളം ചെറുപ്പക്കാരെ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ആത്മവിശ്വാസമുള്ളവരാണോ? ഒരുപക്ഷെ ഇവരുടെ പഠന വിജയങ്ങളും ജീവിത വിജയങ്ങളും അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവുകോലായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഇടങ്ങളിൽ ഇവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്? പണ്ടൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലാതെ അത്രയൊന്നും തന്നെ പഠിക്കാതെയും നല്ല ജോലികളില്ലാതെയും ഒന്നും നേടാതെയുമൊക്കെ കഴിയുന്ന ആളുകൾ പോലും അവരുടെ കുടുംബജീവിതത്തിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസമുള്ളവരായി കാണപ്പെടുന്നുണ്ട്. എന്താണ് ഈ വൈരുദ്ധ്യത്തിന് കാരണം? യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിജയിക്കുവാനാണ്. പ്രിയമുള്ളവരെ, എല്ലാ ക്ലാസ്സുകളിലും അവർ വിജയിക്കുന്നു. ഇത് വിജയിക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ അവർക്ക് ഒരുക്കുകയാണ്. അവരിടത്തോട്ട് നോക്കിയാൽ അവർക്ക് വിജയിക്കുവാനുള്ള എല്ലാ സാമഗ്രികളുമുണ്ട്. അവർ വലത്തോട്ട് നോക്കിയാൽ അവർക്ക് വിജയിക്കാനുള്ള എല്ലാ സാമഗ്രികളും അവരോടൊപ്പമുണ്ട്. അവർ പുറകിലേക്ക് നോക്കിയാൽ അവർക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നിങ്ങനെ എടുത്താൽ മതി എന്നറിയാവുന്നത് കൊണ്ട് കുട്ടികൾ പഠിച്ചു പോവുകയാണ്. അവർക്ക് ട്യൂഷന് ഏറ്റവും നല്ല ഇടം, അവർക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം, റെഫർ ചെയ്യാൻ ഏറ്റവും നല്ല പുസ്തകങ്ങൾ, അവർക്ക് എന്താണോ ആവശ്യം അതെല്ലാം അവരുടെ ഇടത്തും വലത്തുമുണ്ട്. അപ്പോൾ അവർക്ക് വിജയിച്ചാൽ മാത്രം മതി. എന്നാൽ നമ്മുടെ കുട്ടികളെ ഈ ജീവിത വഴികളിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലെ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ മറന്നുപോകുന്ന ഒരു കാര്യമാണ് പരാജയപ്പെടാനും തോറ്റുകൊടുക്കാനും ഉള്ള ഒരു പരിശീലനം. അതാണ് നമ്മളിന്ന് അവർക്ക് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത്. വിജയിക്കുവാൻ ഏറെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കവേ, വിജയിക്കാനുള്ളതെല്ലാം അവർക്ക് സ്വരുക്കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കവേ, അതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കവേ, ജീവിതത്തിൽ പരാജയപ്പെട്ടു കൊടുക്കാനും പരാജയപ്പെടാനും ആവശ്യമായി വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ അതിന് സന്നദ്ധരാകുവാനുള്ള ശേഷി ഇവരിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുകയാണ്, അഥവാ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. കാലം മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ പണ്ട് കാലത്തേതുപോലെ തൊടിയിലിറങ്ങി എല്ലാവരുമായി ഒരുമിച്ച് ഓടിച്ചാടി കളിക്കുകയും അവിടെ വിജയവും പരാജയവും ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്നില്ല. ഭക്ഷണത്തെക്കുറിച്ച് ആകുലത ഇന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് വളരേണ്ട ഒരു അവസ്ഥ നമ്മൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ അവർക്ക് സ്വയമേവ അത്തരം സാഹചര്യങ്ങളെ ആർജിക്കാനാവുന്നില്ല. ഈ സ്കൂളുകളിൽ പോയാലും അവിടെ ശാസനയില്ല, യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളുമില്ല, എല്ലാ വിധത്തിലും സുഖസമൃദ്ധിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയിക്കാൻ ആവശ്യമായത് എന്തെങ്കിലും അവർക്ക് നഷ്ടമാകുമോ എന്ന ഭയം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രൊവൈഡ് ചെയ്യപ്പെടും, എല്ലാം നൽകപ്പെടുമെന്ന ബോധത്തിലാണ് പല കുട്ടികളും പോകുന്നത്. എന്നാൽ ഇത് ലഭിക്കാത്ത നിരവധി സാധാരണക്കാരായ കുട്ടികളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതൊന്നും കാണുകയില്ലായിരിക്കാം. എന്നാൽ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ ആവശ്യമായൊരു കാര്യമാണ് ശരിയായ ആത്മവിശ്വാസത്തിൽ
ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മവിശ്വാസത്തിൽ വളരാൻ അവർക്ക് സാധിക്കുക എന്നുള്ളത്. പണ്ട് കാലത്ത് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയെക്കുറിച്ചും മിഷേലിനെ കുറിച്ചുമുള്ളൊരു കഥയാണ്. നാട്ടുകാർ പറഞ്ഞതാണ്, സംഭവിച്ചതാണോ എന്നറിയില്ല. അതായത് ഒബാമയും മിഷേലും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വലിയൊരു റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ അവിടെ വന്നു. അപ്പോൾ മിഷേൽ എഴുന്നേറ്റ് കുറച്ചധിക സമയം അയാളുമായി സ്വകാര്യ സംഭാഷണം നടത്തി ടാറ്റയൊക്കെ പറഞ്ഞ് വീണ്ടും കസേരയിൽ വന്നിരുന്നു. ഒബാമ ഒരിക്കലും ഇയാളെ കണ്ടിട്ടില്ല. അപ്പോൾ ഒബാമ മിഷേലിനോട് ചോദിച്ചു, ആരാണ് അയാൾ? മിഷേൽ പറഞ്ഞു, താങ്കളെ വിവാഹം കഴിക്കുവാനുള്ള ആലോചന ഉണ്ടാകുന്നതിന് മുൻപ് എനിക്ക് വിവാഹ അഭ്യർത്ഥന നടത്തിയ എനിക്ക് വന്ന ഒരു വിവാഹാലോചനയാണ് ആ മനുഷ്യൻ. ഈ മനുഷ്യനെ ഞാൻ കല്യാണം കഴിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ താങ്കളെ കെട്ടിയത്. അപ്പോൾ ഒബാമ ആ വലിയ റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ നാലുപാടും കണ്ണോടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ, നീ ഇയാളെയാണ് കെട്ടിയിരുന്നതെങ്കിൽ ഈ വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയായി നീ മാറുമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മിഷേൽ പറഞ്ഞു, അങ്ങനെയല്ല, അയാളെയാണ് ഞാൻ കെട്ടിയിരുന്നെങ്കിൽ അയാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറുമായിരുന്നു. പ്രിയമുള്ളവരെ, അത് മിഷേലിൻ്റെ ഒരാത്മവിശ്വാസമാണ്. ഈ കഥ നമുക്ക് തരുന്നൊരു വലിയ ഒരു രഹസ്യമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നൊരു പാഠമുണ്ട്. അതായത് ആരുടെ കൂടെയാണോ നമ്മൾ നടക്കുന്നത് എന്നത് നമ്മളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും തളരുവാനും കാരണമാകും. ഒരുപക്ഷെ നമ്മളുടെ ചില മാതാപിതാക്കൾ മക്കളെ ആത്മവിശ്വാസത്തിൽ വളർത്താൻ അറിഞ്ഞുകൂടാത്ത മാതാപിതാക്കളോടൊപ്പമുള്ള മക്കളുടെ യാത്ര ഒരുപക്ഷെ അവരുടെ പരാജയത്തിന് അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവിന് കാരണമാകാം. എപ്പോഴും ജയിക്കാനുള്ള അവസരങ്ങൾ മാത്രം കൊടുക്കുന്ന മാതാപിതാക്കൾ, തോൽവിയെ അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും ചെറുപ്പത്തിലെ പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ, ഇതൊക്കെ ഒരു സാധ്യതയാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ബൈബിൾ പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്. എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുവാൻ ദൈവം അഥവാ ബൈബിൾ പറയുന്ന ഒരു കാര്യം അവനിലുള്ള വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, യേശുവിലുള്ള വിശ്വാസം നമ്മളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ വളർന്നു വരുന്നത്. കർത്താവിൻ്റെ വചനം മറ്റൊരിടത്ത് ഇങ്ങനെ പറയുകയാണ്. ജെറമ്യ 17:5-7 മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. വീണ്ടും സങ്കീർത്തനം 20:7 പറയുകയാണ്, ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇസ്രയേലിനെ ചെറുപ്പം മുതൽ ദൈവം വളർത്തിയത്, പഠിപ്പിച്ചത് ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ശാസ്ത്രമനുസരിച്ചാണ്. ഇതാണ് ശാസ്ത്രം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് നോക്കി അല്ല നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിങ്ങൾ വളരേണ്ടത്. പിന്നെയോ നിങ്ങളുടെ കൂടെ ആരാണ് എന്ന് നോക്കിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര രഥങ്ങളുണ്ട്, നിങ്ങൾക്ക് എത്ര കുതിരകളുണ്ട്, നിങ്ങൾക്ക് വിജയം നൽകാൻ കൂടെ എത്ര പടയാളികളുണ്ട്, ഇതാണ് നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ബലം തരുന്നതെങ്കിൽ ഇത് ഇല്ലാതാകുന്നൊരു സമയത്ത് നിങ്ങൾ ആകെ അസ്വസ്ഥരാകും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ലാതാകുന്ന സമയത്ത് നിങ്ങൾ ഏറെ തകർന്നു പോകും. ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. എന്നാൽ ഇതിലൊന്നുമല്ല നിങ്ങളുടെ ആത്മവിശ്വാസമെങ്കിൽ, നിങ്ങളുടെ ആത്മവിശ്വാസം മുഴുവൻ നിങ്ങളുടെ ദൈവമായ കർത്താവിലാണെങ്കിൽ, കർത്താവ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളവനായതുകൊണ്ടും അവന് മാറ്റമില്ലാത്തവനായതുകൊണ്ടും അവൻ്റെ നിന്നോടുള്ള കരുണ ഒരിക്കലും മാറിപ്പോകത്തില്ല, അസ്തമിക്കത്തില്ല എന്നുള്ളത് കൊണ്ടും ഏത് സാഹചര്യത്തിലും നിനക്കവൻ സഹായമായി ഉണ്ടാകുമെന്ന ബോധ്യം നിന്നിൽ വളർന്നു വന്നാൽ, നിന്റെ ജീവിതത്തിലെ വസ്തുക്കൾ മാറുന്നതനുസരിച്ച്, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് കോൺഫിഡൻസിൻ്റെ നിലവാരം താഴെ പോകുന്ന ഒരാളായി നീ ഒരിക്കലും മാറുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വചനത്തിലൂടെ പരിശോധിച്ചാൽ നമുക്ക് അനുകരിക്കുവാൻ സാധിക്കുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പുറപ്പെടുമോ? സ്വന്തമായിട്ട് ഒരു കുഞ്ഞു പോലുമില്ല, സ്വന്തമായി
മക്കളില്ല, പ്രായാധിക്യമുണ്ടായിരിക്കുന്നു. ഈ അവസരത്തിൽ ഒരാൾ സ്വന്തം തലമുറയെ കൊണ്ട് ഒരു രാഷ്ട്രമുണ്ടാക്കാൻ ഇറങ്ങുമോ? ഒരിക്കലും ഇറങ്ങുകയില്ല. എന്നാൽ അബ്രഹാം അതല്ലേ ചെയ്തത്? ഇതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യം. മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന രഥങ്ങളിൽ, കുതിരപ്പടയാളികളിൽ, തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഈജിപ്തിൽ നിന്ന് നേടിയ സിദ്ധികളിൽ ഒക്കെ വലിയ അഹങ്കാരമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, നീ അങ്ങനെയല്ല ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ദൈവം മോശയുടെ ഈ അഹങ്കാരത്തെ ഒടിക്കുകയാണ്. മോശയ്ക്ക് ആ സ്ഥലം വിട്ടു പോകേണ്ടി വരികയാണ്. മോശയ്ക്ക് കോൺഫിഡൻസ് നൽകിയിരുന്ന എല്ലാ സാധനങ്ങളും മോശയിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി. അവസാനം ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായി അദ്ദേഹം ഒരു മരുഭൂമിയിൽ ഒരു സാധാരണ ഒരു പ്രദേശത്തു കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് തൻ്റെ പഴയ പ്രതാപമെല്ലാം വിസ്മൃതിയിലാർന്ന്, തൻ്റെ പണ്ടത്തെ ശക്തി മുഴുവൻ ഇപ്പോൾ തനിക്കുണ്ടാവുകയില്ല എന്ന ബോധ്യമുണ്ടാക്കും വിധം കാലം മുഴുവൻ കടന്നുപോയതിനു ശേഷം, നാളുകൾക്ക് ശേഷം ദൈവം അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിലുണ്ടായിരുന്ന സകല കോൺഫിഡൻസും നഷ്ടമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിവില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം താണു വരുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇത് ദൈവം മോശയ്ക്ക് നൽകുന്ന ഒരു പാഠമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മക്കളെ കോൺഫിഡൻസിലും ആത്മവിശ്വാസത്തിലും ജീവിത വിജയത്തിലും വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവം അവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുകയും വേണമെന്നുള്ളതാണ്. അഥവാ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പരാജയങ്ങളെ ദൈവത്തോടൊപ്പം എങ്ങനെ നോക്കിക്കാണണം, അതെങ്ങനെ നന്മയ്ക്കായി വരുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള സാമാന്യ അറിവെങ്കിലും നമുക്ക് വേണമെന്നുള്ളതാണ്. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞ് ഏത് വഴിക്ക് ജനിച്ചു വീണതാണെങ്കിലും ഏതു രീതിയിൽ വളർന്നു വന്നതാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പരാജയത്തിൻ്റെ രുചി അഥവാ സഹനത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ സഹനത്തിൻ്റെ അനുഭവത്തിൽ ആ കാലഘട്ടത്തിൽ ഈ വ്യക്തിക്ക് വിജയിക്കാനാവുകയില്ല. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ദൈവം വലിയ ലീഡർഷിപ്പ് നൽകി സൃഷ്ടിച്ച ഒരാളാണ് ഈജിപ്തിലെ ജോസഫ്. എന്നാൽ ഈ ജോസഫിനോട് ദൈവം ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ജോസഫിൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങളും തിരസ്കരണങ്ങളും, എന്നാൽ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ദൈവം നൽകുന്ന പരിശീലനങ്ങളും ഒക്കെയാണ്. എന്ന് കരുതി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതുപോലെ അനുഭവിക്കണമെന്നല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് അവരുടെ സാഹചര്യത്തിൽ നൽകുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായും അവർക്ക് നൽകുക തന്നെ വേണം. അതെന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതാ ഈജിപ്തിലെ ജോസഫിനെ ദൈവം മാതാപിതാക്കളിൽ നിന്ന് അകറ്റുകയാണ്, അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റുന്നു, സഹോദരന്മാർ അവനെ ഉപേക്ഷിക്കുന്നു, അവൻ പോകുന്നിടത്ത് അവന് സ്വീകാര്യത ഉണ്ടാകുന്നെങ്കിലും അവിടെ ദൈവമുണ്ടെന്ന് അവന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവൻ ജയിലിലാകുന്നു. വീണ്ടും അവിടെയും അവിടെ ഉണ്ടായിരുന്ന 2 പേർക്ക് അവൻ അത്ഭുതകരമായ വെളിപാടുകൾ നൽകിയിട്ടും അവരവനെ മറന്നു പോകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ജോസഫിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്തില്ലാതായാലും തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള അനുഭവത്തിൻ്റെ ജ്ഞാനമാണ്. ഒന്നുകിൽ നമ്മൾ ഈ ജ്ഞാനം നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ തന്നെ പകർന്നു കൊടുക്കണം. ദൈവം ഇങ്ങനെയും നമ്മളെ വഴി നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം. പ്രിയമുള്ളവരെ, ഈ ദാവീദ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ ഒരു രാജാവാകാനുള്ള സാധ്യതയുള്ള ചെറുപ്പക്കാരനായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രായക്കുറവ് കൊണ്ടായിരിക്കാം. എന്തായാലും അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ ഒരു കുഞ്ഞാണ്, പ്രായം കുറഞ്ഞയാളാണ്. രാജാവാകുമെന്ന് പറഞ്ഞ് സാമുവേൽ അഭിഷേകം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സംഭവിക്കുന്നത് രാജകൊട്ടാരത്തിലെ വേലക്കാരനായുള്ള അപ്പോയിൻമെൻ്റാണ്. പ്രിയമുള്ളവർ, ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അതെ, ഇങ്ങനെ കർത്താവ് വഴി നടത്തുന്നതിനിടയ്ക്കാണ് അവരുടെ ജീവിതത്തിലെ വലിയ കോൺഫിഡൻസ് ആർജിക്കുന്നത്. എപ്പോഴാണ്? ഇത് ദാവീദ് ആടിനെ മേയ്ക്കുന്ന സമയത്ത് വന്യമൃഗങ്ങൾ വരുന്നു. ഇത് ദൈവം അനുവദിക്കുന്നൊരു കാര്യമാണ്. അവൻ്റെ പക്കലൊന്നുമില്ല. അവൻ്റെ കൂടെ ഉള്ളത് അവൻ സംരക്ഷിക്കേണ്ട ആടുമാടുകൾ മാത്രമാണ്. ഈ സമയത്ത് അവൻ ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തോടൊപ്പം നിന്ന് പോരാടിയതാണ് നമ്മൾ കാണുന്നത്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഈ വലിയ പോരാട്ടത്തിന് അവൻ ദൈവത്തോടൊപ്പം നിന്നു കൊടുത്തത് നിമിത്തം ഗോലിയാത്ത് വന്ന സമയത്ത് അവന് പറയാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. എന്താണ്? പണ്ട്
വന്യമൃഗങ്ങൾ വന്നപ്പോൾ ഞാൻ അവന്മാരെ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അന്ന് എന്നെ സഹായിച്ച എൻ്റെ ദൈവം ഈ ഗോലിയാത്തിൻ്റെ കാര്യത്തിലും എന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ഈ രീതിയിൽ, നമ്മുടെ യുവതലമുറയെ ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ്, ഇന്നത്തെ യുവജനങ്ങളിൽ ഇത്തരം ഒരു അഭ്യാസത്തിലൂടെ കൊണ്ടുപോകുവാനായി ദൈവത്തിന് സാധിക്കാനാകാത്ത വിധം നമ്മളുടെ മക്കളെ ദൈവത്തിൻ്റെ പരിശീലനത്തിൽ നിന്ന് മറപിടിച്ച് മാറ്റി നിർത്തുന്ന ഒരു അനുഭവമാണ് നമ്മൾ പിന്തുടരുന്നത് എന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ ദേവാലയത്തിലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലും കുടുംബങ്ങളിലും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നിരവധി പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇടവകകളിലാകട്ടെ, നമ്മുടെ ഭവനത്തിലെ പ്രാർത്ഥനയുടെ സമയത്താകട്ടെ, ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഒരു കുഞ്ഞിൻ്റെ സ്വാഭാവിക നയം എന്താണ്? അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കുഞ്ഞിന് ഇഷ്ടമില്ല എന്ന് കാണുന്നുവെങ്കിൽ അവന് വിജയം നൽകുമെന്ന് നമുക്ക് വലിയ ബോധ്യമില്ലാത്തത് കാരണം പലപ്പോഴും അവന് ഇതിനു വേണ്ടി എടുക്കേണ്ടി വരുന്ന സഹനങ്ങളിൽ നിന്ന് നമ്മൾ അവനെ മാറ്റി നിർത്തുകയാണ്. ഒരുപക്ഷെ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ അനേകം മണിക്കൂറുകൾ അവൻ്റെ അവധി ദിവസമായിരിക്കാം. അവൻ പോകുമ്പോൾ അവനെ അതിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ അവനൊരുപക്ഷെ കുറച്ചധിക സമയം കളിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് നമുക്കവനെ പ്രാർത്ഥിക്കുവാനായി പിടിച്ചിരുത്തേണ്ടി വരുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നൊരു വലിയ പാഠമാണ്. നീ ഇങ്ങനെ ആയിരിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളവനെ കൊണ്ടുപോകുമ്പോൾ അവന് ദേവാലയത്തിനകത്ത് കയറാൻ ഇഷ്ടമില്ലെങ്കിലും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ വിടുകയല്ല. അത് അവൾക്കിഷ്ടമില്ലാത്തതിനെ വഴങ്ങിക്കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ അവൾക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ട ചില സന്ദർഭങ്ങളാണിത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ചോദിക്കുന്ന സകല കാര്യങ്ങളും നൽകുമ്പോൾ നമ്മൾ അവർക്ക് വസ്തുക്കൾ നിഷേധിക്കപ്പെടുന്നതിൻ്റെ വേദന, അതിനെ അഭിമുഖീകരിക്കേണ്ട രീതി, ഇതൊക്കെ നമ്മൾ അവർക്ക് നഷ്ടമാക്കി കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ദൈവം നമ്മളിലൂടെ ചിലതൊക്കെ അവന് കൊടുക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവത്തെ പോലും മറികടന്ന് ദൈവത്തെക്കാൾ വലിയ സ്നേഹമായി മാറാൻ ശ്രമിക്കുവാൻ ഒരുപക്ഷെ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അനുവദിക്കുന്നത്, ചിലപ്പോൾ ചില പരാജയങ്ങൾ മക്കളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത് കാണാം. ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത് കാണാം. ഇത് ആവർത്തിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ സാഹചര്യത്തിൽ നിന്ന് ഇവനെ കൊണ്ട് ഓടണമെന്ന്. നമുക്ക് ഒരു നിമിഷം നിന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞിനെ ഈ ആവർത്തിക്കുന്ന സാഹചര്യത്തെ തോൽപ്പിക്കുവാൻ പരിശീലിപ്പിക്കണോ, അതോ ആ സാഹചര്യത്തിൽ നിന്ന് അതിനെയും കൊണ്ട് ഓടണമോ? ഇത് ഇന്ന് പലർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരിക്കൽ നമുക്കറിയാം, എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം 1000 തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം ഇതാണ്. അദ്ദേഹം ആദ്യത്തെ ബൾബ് അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഒരു ഓഫീസ് ബോയിയെ കൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു ഓഫീസ് ബോയിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആദ്യമായി ഒരു സാധാരണ മനുഷ്യൻ്റെ കയ്യിൽ ഇത് കിട്ടിയാൽ അവൻ എങ്ങനെ കത്തിക്കുമെന്ന് കാണിക്കുവാൻ വേണ്ടി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് കത്തിക്കാൻ പറഞ്ഞു. അവൻ ആ കിട്ടിയ ബൾബും അതിൻ്റെ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കുവാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ആ ബൾബ് താഴെ വീണ് പൊട്ടിപ്പോയി. പ്രിയമുള്ളവരെ, എല്ലാവരും പരിഭ്രമിച്ചു. പക്ഷേ തോമസ് ആൽവ എഡിസന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അക്ഷോഭ്യനാണ്. ഇങ്ങനെയുള്ള നഷ്ടങ്ങളിലൊന്നും അദ്ദേഹം ഒരിക്കലും അസ്വസ്ഥനാകാറില്ല. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ബൾബ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കി അദ്ദേഹം അവിടെ വീണ്ടും വന്നു. ആളുകളെല്ലാവരും വന്നു. അടുത്ത തവണയും ഈ താഴെയിട്ട് പൊട്ടിച്ച ഓഫീസിലെ പയ്യനെ തന്നെ അദ്ദേഹം വീണ്ടും വിളിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വന്നു, ആ പയ്യന് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നീ ഇത് കത്തിക്കുക. അങ്ങനെ ഇവൻ കത്തിക്കാൻ ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ എഡിസനോട് ചോദിച്ചു അത്രേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കഴിഞ്ഞ തവണ അവനത് താഴെയിട്ട് പൊട്ടിച്ചതല്ലേ? അപ്പോൾ ഒരു 50% ഇപ്പോഴും അത് പൊട്ടിക്കാനുള്ള സാധ്യത അവനുണ്ട്. അപ്പോൾ തോമസ് ആൽവ എഡിസൺ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവൻ എൻ്റെ സ്റ്റാഫാണ്. ഇവൻ എനിക്ക് കിട്ടിയത് വളരെ ഒരു അസറ്റായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവനൊരിക്കൽ പരാജയപ്പെട്ടു, ശരിയാണ്. ഈ ബൾബ് എനിക്ക് 2 ദിവസത്തിനകം വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും. വേറെ ആരെയെങ്കിലും കൊണ്ട് കത്തിച്ചാൽ ഒരുപക്ഷെ ഇത് കത്തുമായിരിക്കും. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എൻ്റെ ഒരു സ്റ്റാഫിനെ പഠിപ്പിക്കുവാനുള്ള അവസരം എനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഇവൻ തന്നെ ഇത് കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവർ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണത്. ഈ ശാസ്ത്രജ്ഞൻ നമുക്ക് തരുന്ന ഒരു പാഠം, അഥവാ ഈ കഥ നമുക്ക് നൽകുന്ന ഒരു പാഠം, നമ്മളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പരാജയങ്ങളെ നേരിടുവാനുള്ള ഒരു കരുത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി
നമ്മൾ അവരെ ആ പരാജയങ്ങളെ നേരിടുവാൻ സന്നദ്ധരാക്കുവാൻ പറ്റുമെങ്കിൽ, എല്ലാ പരാജയങ്ങളെയും ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ ദൈവം ബൈബിളിൽ കാണിച്ചിരിക്കുന്ന ഒരു രീതി, ദൈവത്തിൻ്റെ മക്കളെയെല്ലാം പലപ്പോഴും ദൈവം ചില സന്ദർഭങ്ങളിൽ കഠിനതകളിലൂടെ, കഷ്ടതകളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. ആ കഷ്ടതകളിലൂടെ കടത്തിവിടുന്നത് ആത്മവിശ്വാസം ഉണ്ടാകുവാനാണ് എന്ന കാര്യം വചനത്തിൽ തന്നെ നമുക്ക് പറയുകയാണ്. സഹനശീലങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ അത്യാവശ്യം അത്തരം ചില ക്ലിഷ്ടമാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തോടൊപ്പം അതിലൂടെ നടക്കുവാൻ പഠിപ്പിക്കുന്നതിന് പകരം അവരെ എന്തിന് നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു? നമ്മളുടെ വീട്ടിൽ നിന്നൊരു പുറത്തേക്കൊരു സ്ഥലത്തേക്ക് ബസ്സിൽ കയറി പോകുവാനുള്ള ഒരു സ്ഥലത്ത് എന്തിന് നമ്മൾ അവരെ എപ്പോഴും നമ്മൾ വാഹന സൗകര്യം കൊടുത്ത് അവരെ അത്തരം പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് പരിശീലിപ്പിക്കാതെ അവരെ പിന്നോട്ട് വലിക്കുന്നു? നമുക്കവരെ പരിശീലിപ്പിക്കുവാൻ പറ്റുന്ന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന പരിശീലനത്തെ നമ്മൾ എന്തുകൊണ്ട് തടയുന്നു? പ്രാർത്ഥിക്കുവാനുണ്ടാകുന്ന അവരുടെ വിമുഖതയെ നമ്മൾ എന്തുകൊണ്ട് അവൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വേണ്ട എന്ന് വെക്കുന്നു? അതേസമയം അവൻ പഠിക്കാൻ വേണ്ടി അവൻ വിമുഖത കാണിച്ചാൽ നിങ്ങൾ അവൻ വിജയിക്കുന്നതിന് വേണ്ടി അവനെ പഠനത്തിലേക്ക് നിർബന്ധമായി നയിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന വലിയ കഷ്ടതകളിൽ നിന്ന് അവനെ മാറ്റിക്കളയുകയും ചെയ്യും. അതിനാൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉള്ളപ്പോഴല്ല നമുക്ക് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുവാനുള്ള അവസരം ഉണ്ടാവുക, നഷ്ടമാകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ മക്കളുടെ ജീവിതത്തിലും എന്തെങ്കിലും നഷ്ടമാകുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിലെ പരാജയമാണെന്ന് ധരിക്കാതെ, ഇതില്ലെങ്കിലും വിജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന്, കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന സത്യത്തിൽ ഞാൻ വളരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരീക്ഷയിൽ 20 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും നമ്മൾ തോൽക്കുകയില്ല. ബാക്കി 80 മാർക്ക് നമുക്കുണ്ട്. 20 മാർക്ക് തോൽക്കുവാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് 20 മാർക്കും നമ്മൾ ആ പരീക്ഷയിൽ എഴുതുമ്പോൾ വിട്ടുകളയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടാണെങ്കിലും എഴുതി വയ്ക്കാറുണ്ട്. അത് എഴുതുമ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് അറിഞ്ഞുകൂടെ മാർക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാലും ബാക്കിയുള്ള 80 നമുക്ക് വിജയം തരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ 20നെ പേടിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോകാറില്ല. മുഴുവനും പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത്. പലരും, ചിലരൊക്കെ മുഴുവനും പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. എന്നാൽ 80 വാങ്ങിക്കുന്നവനും 60 വാങ്ങിക്കുന്നവനും എല്ലാം പൂർത്തിയായി പഠിച്ചിട്ടല്ല, എല്ലാം പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടുമല്ല പോകുന്നത്. എന്നിട്ടും അവൻ പരീക്ഷയ്ക്ക് പോകണമെന്ന് നമ്മൾ അവനെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന പരീക്ഷകളിൽ നിന്ന് നമ്മൾ ഓടിയകലുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം മക്കളെ പറഞ്ഞു പഠിപ്പിക്കാം. ജീവിതത്തിലുള്ള വസ്തുക്കളല്ല, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലൂടെയാണ് യഥാർത്ഥ ആത്മവിശ്വാസവും വിജയവും നമുക്ക് വരിക. ഫിലിപ്പിയർ 4:13 ഇങ്ങനെ പറയാം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ വിജയം വരിക്കുന്നതിന് പരാജയങ്ങളിലൂടെ നടന്നു പോകുന്ന പരീക്ഷണങ്ങൾ അങ്ങ് നൽകുമ്പോൾ അവയെ വലിയ മന്ദഹാസത്തോടുകൂടി സ്വീകരിക്കുവാനും അങ്ങയോടൊപ്പം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവയെ നേരിട്ട് ജീവിക്കുവാൻ പഠിക്കുവാനും എന്നെയും എൻ്റെ തലമുറയെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.